ഒരു തെലുങ്ക് സിനിമയാണ്. ആ തെലുങ്ക് സിനിമയിൽ മനോ ചിത്രയും പാടിയിരിക്കുന്നു. അതിൻ്റെ മലയാളം വെർഷനാണ് ഈ മഞ്ജീര ധ്വനിയുടെ പാട്ടുകൾ. നമ്മളിങ്ങനെ രാജാ സാർ വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ രാജാ സാർ പറഞ്ഞു, "ഞാനില്ല, എനിക്ക് വേറെ പണിയുണ്ട്." അപ്പോൾ ഇതെങ്ങനെ പാടിക്കും? ഭരതൻ ചേട്ടൻ പറഞ്ഞു, "ഞാൻ പാടിക്കാം." അങ്ങനെ ഈ പാട്ട് എന്നെ കേൾപ്പിച്ചു. മനോ ചിത്രയും കൂടി പാടി വെച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു വ്യത്യസ്തമായിട്ടൊരു പാട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു പാട്ട് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേൾക്കുന്നത്. ടിപ്പിക്കൽ രാജാ സാറിൻ്റെ ഒരു കളറൊക്കെ ഉണ്ട് ആ പാട്ടിൽ. പക്ഷേ നമ്മുടെ മലയാളത്തിലൊന്നും കേൾക്കാത്തൊരു ടൈപ്പ് പാട്ടാണ്. അപ്പോൾ ഇതാണ് തനിക്ക് പാടേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, "ആ ശരി പാടാം" എന്ന് പറഞ്ഞു. അങ്ങനെ ചിത്ര അവിടെ വന്നിട്ടുണ്ട്. പാടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാനും ഉണ്ട്. അങ്ങനെ എൻ്റെ ഭാഗം ഞാൻ പാടി. എൻ്റെ ഭാഗം ഞാൻ പാടി. അതിൽ കുറച്ച് മിമിക്രി ഒക്കെ ഉണ്ട് പാട്ടിൽ. ഒരു ഭൂതത്തിൻ്റെ ശബ്ദവും പ്രേതത്തിൻ്റെ ശബ്ദവും ഒക്കെ ഞാൻ ഉണ്ടാക്കി. കാരണം അതിൽ ആ പാട്ടിൽ അങ്ങനെ മനോ ചെയ്ത പോലെ ഞാനും ചെയ്യാൻ ശ്രമിച്ച് കുഴപ്പമില്ലാതെ ഭരതേട്ടനാണ് ഈ പാട്ട് എല്ലാം ഇങ്ങനെ പാടണം അങ്ങനെ പാടണം. അപ്പം ഞങ്ങൾക്ക് അത്ഭുതമായിട്ടോ. ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഭരതേട്ടൻ ഒരു മ്യൂസിക്കൽ സെൻസ് എല്ലാ എന്ത് സെൻസാണ് പുള്ളിക്ക് ഇല്ലാത്ത എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ തമാശ പുള്ളി ഭയങ്കര അങ്ങനെ സീരിയസേ അല്ല. കളിയാക്കിക്കൊണ്ടിരിക്കും, തമാശ പറയും. പുള്ളി കാണുന്നത് സീരിയസേ അല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ പുള്ളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം.